ഹലോ, ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അത് കാരണം ആദ്യക്കുട്ടൻ്റെ അംഗനവാടിക്കൊന്നും പോകാൻ പറ്റിയില്ല. അവിടെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ അവിടെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അംഗനവാടി ഇപ്പം കൊടി ഉയർത്തുക അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ഭയങ്കര മഴയുള്ളൊരു ദിവസമാണ്. രാവിലെ തൊട്ട് ഫുൾ മൂടി കെട്ടിയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അത് കാരണം എല്ലാവർക്കും നല്ല മടിയായിരിക്കും അല്ലേ? എനിക്കും പറഞ്ഞ പോലെ തന്നെ നല്ല മടിയായിരുന്നു. എനിക്ക് ഈ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ. അതായത് ഒന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന്, ഇല്ല പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന്. ഈ 2 ദിവസങ്ങൾ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ക്ലാസ് എടുക്കില്ല. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാകുമ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ കൊടിയുയർത്തേണ്ട സമയമാകുമ്പോഴേക്കും പോയി കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് കൊടിയുയർത്തും. അവിടെ നിന്ന് ലഡ്ഡു കിട്ടും, മിഠായി കിട്ടും, അങ്ങനെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് നടന്നാൽ പോവുക. ഞാൻ ഒരു 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഇരിഞ്ഞാലക്കുട ഗേൾസ് സ്കൂളാണ്. അപ്പോൾ സ്കൂളിലേക്ക് നടന്നാൽ പോവുക. കൂട്ടുകാരികളൊക്കെ എല്ലാവരുമായിട്ട് നടന്നാൽ പോവുക. ഗേൾസ് ഓൺലി കേട്ടോ. അവിടേക്ക് നടന്നു പോയി അവിടെ നിന്ന് സ്കൂളിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കുറച്ച് ചെറിയ ഇങ്ങനെ പരിപാടി ഉണ്ടാവില്ല, അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നടന്നു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ റോഡ് സൈഡിൽ ചെറിയ അങ്ങനെ എന്താ പറയുക ചെറിയ സെൻറ്ററുകൾ ഉണ്ടാവുമല്ലോ, അവിടെ നിന്നൊക്കെ മിഠായി കിട്ടും. അപ്പം അത്യാവശ്യം കുറേ മിഠായി കിട്ടും. പിന്നെ അംഗനവാടി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പായസം ഉണ്ടാവും. അങ്ങനെ ഭയങ്കര രസമൊരു ദിവസമായിരുന്നു അല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ചവരെ ക്ലീനിങ് പരിപാടി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളിയില്ലേ, ഞങ്ങളുടെ സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞാൽ കൊള്ളി പുഴുങ്ങിയതും ചമ്മന്തിയും തരും. അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക ആ സാധനത്തിൻ്റെ രുചി കൊണ്ടല്ല, നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് അത് പിന്നെ എത്രയും നേരം പണിയെടുക്കുകയാണല്ലോ, അത് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലായിരുന്നു അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇപ്പം അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി ആദ്യകൂട്ടനൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയാലാണ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇപ്പം നടക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് അറിയുള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 80s കിഡ്സിനും 90s കിഡ്സിനും ഏർലി 2K കിഡ്സിനും ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. കാരണം അത് കഴിഞ്ഞിട്ടുള്ള പിള്ളേരൊക്കെ ഈ ഫുൾ ഫോൺ അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പിലുള്ള കാരണം അവർക്കൊന്നും ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കുറേ നല്ല ഓർമ്മകളാണല്ലേ. നമ്മൾ എത്ര വലുതായാലും നമുക്ക് ഇതൊക്കെ നമുക്ക് നമ്മുടെ പഴയ കൂട്ടുകാരെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് രസമായിരുന്നു അല്ലേ ആ സമയം എന്നൊക്കെ പറയുന്ന ഭയങ്കര രസമുള്ള ഓർമ്മകളാണല്ലോ ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഞാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏട്ടാ.